പ്രിയമുള്ളവരെ, പുല്ലൂർ സെയിന്റ് സേവിയേഴ്സ് ചർച്ചിന്റെ ജൂബിലി ആഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ജൂബിലിയുടെ സുവർണ ശോഭയും വചനത്തിന്റെ മഹിമയും വിളിച്ചോതുന്ന സുവർണമൊഴികൾ എന്ന തിരുവചന വിചിന്തന പരമ്പരയുടെ ഇന്നത്തെ വചന വ്യാഖ്യാനം അവതരിപ്പിക്കുന്നത് ജാൻസി ജോസ്, കോനിക്കര ഹൗസ്, പുല്ലൂർ. ഇന്നത്തെ സുവർണമൊഴികൾ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 12-ാം അധ്യായം 24 മുതൽ 13-ാം അധ്യായം 3 വരെയുള്ള വാക്യങ്ങൾ, പുറപ്പാടിന്റെ പുസ്തകം 4-ാം അധ്യായം 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ, തോബിത്തിന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 10 വരെയും 17 മുതൽ 21 വരെയുമുള്ള വാക്യങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, യേശു തന്റെ ശിഷ്യന്മാരിൽ നിന്ന് 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരിക്കുന്ന പട്ടണങ്ങളിലേക്കും സ്ഥലങ്ങളിലേക്കും 2 പേരടങ്ങുന്ന സംഘങ്ങളായി അയക്കുന്നു. അവരോട് അവിടുന്ന് പറയുന്നു, വിളവെടുക്കാൻ ആളുകൾ കുറവാണ്, അതിനാൽ വിളവിന്റെ യജമാനനോട് പ്രാർത്ഥിക്കണം. നിങ്ങളെ ഞാൻ ചെന്നായ്ക്കൾക്കിടയിലെ ആടുകളെ പോലെ അയക്കുന്നു. ചാക്ക്, ചെരുപ്പ്, പണം എന്നിവയൊന്നും കൊണ്ടുപോകരുത്. വഴിയിൽ ആരെയും അഭിവാദനം ചെയ്ത് സമയം കളയരുത്. ഒരു വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം ആ വീട്ടിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയുക. സമാധാനപുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവരിൽ നിലനിൽക്കും. അതേ വീട്ടിൽ തന്നെ താമസിച്ച് അവർ തരുന്നത് കഴിക്കുകയും കുടിക്കുകയും ചെയ്യുക. വേലക്കാരന് തന്റെ കൂലി ലഭിക്കേണ്ടതാണ്. ഒരു പട്ടണത്തിൽ സ്വീകരിക്കപ്പെടുമ്പോൾ അവർ തരുന്നത് കഴിക്കുക, രോഗികളെ സുഖപ്പെടുത്തുക, ദൈവരാജ്യം നിങ്ങൾക്കരികെ എത്തിയിരിക്കുന്നു എന്ന് അറിയിക്കുക. സ്വീകരിക്കപ്പെടാതിരുന്നാൽ പട്ടണത്തിന്റെ വീഥികളിൽ ചെന്ന് പറയുക, നിങ്ങളുടെ പട്ടണത്തിലെ പൊടി പോലും ഞങ്ങൾ ഞങ്ങളുടെ കാലുകളിൽ നിന്നും കുലുക്കി കളയുന്നു, എങ്കിലും ദൈവരാജ്യം അടുത്തു വന്നിരിക്കുന്നുവെന്ന് അറിയിക്കുക. ആ പട്ടണത്തിന്റെ വിധി സോദോം പട്ടണത്തെക്കാൾ കഠിനമായിരിക്കും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 12-ാം അധ്യായം 24 മുതൽ 13-ാം അധ്യായം 3 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ വചനം വളരുകയും വ്യാപിക്കുകയും ചെയ്യുന്നു. ബാർന്നബാസും സാവൂളും തങ്ങളുടെ സേവനം പൂർത്തിയാക്കി മാർക്കോസ് എന്ന വിളിപ്പേരുള്ള യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ജെറൂസലേമിൽ നിന്നും മടങ്ങുന്നു. പരിശുദ്ധാത്മാവ് ബാർന്നബാസിനെയും സാവൂളിനെയും പ്രത്യേക ദൗത്യത്തിനായി വേർതിരിക്കണമെന്ന് അറിയിക്കുന്നു. തുടർന്ന് സഭ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈകൾ വെച്ച് അവരെ ദൗത്യത്തിനായി അയക്കുന്നു. തോബിത്തിന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 10 വരെയും 17 മുതൽ 21 വരെയുമുള്ള വാക്യങ്ങളിൽ തോബിത്ത് തന്റെ മകൻ തോബിയാവിനെ മേദിയായിലേക്ക് അയച്ച് അവിടെയുള്ള പണം തിരികെ കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. തോബിയാവ് യാത്രയ്ക്കായി ഒരാളെ കൂട്ടുകാരനായി അന്വേഷിക്കുമ്പോൾ റാഫേൽ ദൂതൻ അസറിയ എന്ന പേരിൽ മനുഷ്യരൂപത്തിൽ അവനെ കാണുന്നു. തോബിത്ത് ആ യുവാവിനെ വിശ്വസിച്ച് തോബിയാവിനോടൊപ്പം യാത്ര ചെയ്യാൻ അയക്കുന്നു. തോബിത്ത് തന്റെ ഭാര്യ അന്നയോട് ഭയപ്പെടേണ്ട, ഒരു നല്ല ദൂതൻ അവനോടൊപ്പം ഉണ്ടാകുമെന്നും അവൻ സുരക്ഷിതമായി മടങ്ങി വരുമെന്നും പറയുന്നു. പുറപ്പാടിന്റെ പുസ്തകം 4-ാം അധ്യായം 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം അഹറോനോട് മരുഭൂമിയിലേക്ക് പോയി മോശയെ കാണാൻ പറയുന്നു. അഹറോൻ മോശയെ കണ്ട് അവനെ അഭിവാദ്യം ചെയ്യുന്നു. അഹറോൻ ദൈവം മോശയോട് പറഞ്ഞ വാക്കുകൾ ജനങ്ങളോട് പറയുന്നു. മോശ ജനങ്ങൾക്ക് മുൻപിൽ വെച്ച് അടയാളങ്ങൾ പ്രവർത്തിക്കുന്നു. ജനങ്ങൾ അത് വിശ്വസിച്ചു. ദൈവം അവരുടെ കഷ്ടത കണ്ട് അവരെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവർ വന്ദിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. ഈ തിരുവചന ഭാഗങ്ങളെയെല്ലാം ഒന്നിച്ചെടുക്കുമ്പോൾ നാം എത്തിച്ചേരുന്നത് നമ്മെ കരുതുന്ന, കൂടെ നിന്ന് കാക്കുന്ന ദൈവസ്നേഹത്തിലേക്കാണ്. ഈശോ സ്ഥാപിച്ച ദൈവരാജ്യം ലോകത്തിന്റെ നാനാ അതിർത്തികൾ വരെയും പടർന്നു പന്തലിക്കണം. ഈ ദൗത്യത്തിനായി ഓരോ കാലഘട്ടത്തിലും ദൈവം യോഗ്യരായ വ്യക്തികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ട സഹായകന്മാരെ നൽകിയും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാനുള്ള വരങ്ങൾ നൽകിയും അവരോടൊപ്പം നിന്ന് അവരെ നയിക്കുന്നു. ദൈവപിതാവിന്റെ കരുതലും സംരക്ഷണവും വിളിച്ചോതുന്ന തിരുവചന ഭാഗങ്ങളാണ് ഇവിടെ ഇന്ന് വായിച്ചു കേട്ടത്. ഈ കാലഘട്ടത്തിലും ഈ വചനങ്ങൾ വളരെ പ്രസക്തങ്ങളാണ്. ദൈവരാജ്യം ലോകം മുഴുവനിലേക്കും എത്തിക്കേണ്ടത് ഇന്ന് ക്രൈസ്തവരായ നാം ഓരോരുത്തരുമാണ്. ആ
ദൈവിക വിളിയെ വിശ്വാസത്തോടെ സ്വീകരിച്ച് സംരക്ഷണത്തിനും സഹായത്തിനുമായി ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് മുന്നോട്ടു പോയാൽ നിശ്ചയം ഈ ലോകം സ്വർഗതുല്യമായി തീരും. നാം ഓരോരുത്തരും ആദ്യം സ്വർഗരാജ്യമാകണം. എന്നിട്ട് ആ നന്മ മറ്റുള്ളവരിലേക്കും പകരണം. ആരൊക്കെ ഉപേക്ഷിച്ചാലും നമ്മുടെ ദൈവം നമുക്കൊപ്പമുണ്ടാകുമെന്നത് തീർച്ച. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.